ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ഓടി വന്നുകൊണ്ട് പറഞ്ഞുവല്ലോ, അന്ന് നബി തങ്ങൾ കഅബാലയത്തിന്റെ ചുമരിലേക്ക് ചാരി നിൽക്കുകയാണ്. ബൈനൻ നാഇമി വൽ യഖ്ളാൻ, അവിടുന്ന് ഉറങ്ങുകയല്ല എന്നാ ഉണർന്നിരിക്കുകയല്ല, അതിനിടയിൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ നബിയേ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തങ്ങളെ ഞങ്ങൾ സുരക്ഷിതരല്ല നബിയേ, ഞങ്ങളുടെ ഭാര്യമാരും മക്കള് കച്ചവടം സുരക്ഷിതമല്ല നബിയേ, ഞങ്ങൾക്ക് പേടിയില്ലാതെ ഒരു മലമൂത്ര വിസർജനത്തിന് പോലും പോകാൻ കഴിയാത്ത വിധം ശത്രുക്കൾ ഞങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട് നബിയേ, ഞങ്ങൾ എന്തു ചെയ്യണം? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നില്ലേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചു വന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്. ഖബ്ബാബ്, നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ആളുകൾ, വിശ്വാസികളായ മുസ്ലിമുകളായ ആളുകളെ അവരെ ശത്രുക്കൾ ഒരു കുഴിയിലേക്ക് ഇറക്കുകയും കാൽമുട്ടുവരെ മണ്ണുകൊണ്ട് മൂടുകയും എന്നിട്ട് മരങ്ങൾ മുറിച്ചെടുക്കുന്ന ഈർച്ചവാളുകൊണ്ട് നെറുകെ ജീവനുള്ള മനുഷ്യന്റെ തലയെ പിളർക്കുകയും ചെയ്യുമ്പോൾ പോലും അഹദ് അഹദ് അഹദ്, ഒരുവനാണ് അല്ലാഹു, ഒരുവനാണ് അവൻ, ഒരുവനാണ് അവൻ, ഒരുവനാണെന്ന് ഉച്ചൈസ്തരം പറയുകയല്ലാതെ പിന്തിരിഞ്ഞിട്ടില്ല നിങ്ങളുടെ മുൻഗാമികൾ. അവരനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളൊന്നുമേ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഖബ്ബാബ്? വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി പിടിക്കുകയാണോ? ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദദ്ദീൻ, ഈ ദീനിനെ അല്ലാഹു ലോകത്ത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പേടിയില്ലാതെ ജീവിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് വരും. ഹത്താ യസീറർ റാകിബു മിൻ സുൻആ ഇലാ ഹദറമൗത്ത്, രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് തന്റെ ആറ്റിൻ പറ്റങ്ങളെ ആരെയും പേടിക്കാതെ ചെന്നായി പിടിക്കുമോ എന്ന ഭയം, അതല്ലാതെ ഒരു മനുഷ്യനെയും ഭയക്കാതെ ഒരു മുസ്ലിമത്തായ പെണ്ണിന് ഹിജാബ് ധരിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധം അല്ലാഹു ഈ ദീനിനെ പൂർത്തീകരിക്കും. ഖബ്ബാബ്, നിങ്ങൾ ധൃതി പിടിക്കല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടെ മറുപടി പറയുന്ന നേരം സ്വഹാബിമാർ ഓരോരുത്തരായി ദാരുണമായി വധിക്കപ്പെടുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ദുഷ്ടനായ യജമാനൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്ന രംഗം മഹാനായ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹദിയുടെ അമ്മാവന്റെ മകൻ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വിധം വേദന ശരീരത്തിലേക്ക് ഏൽപ്പിച്ച് ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ആളുകൾ പൊട്ടിച്ചിരിച്ച് ആർത്തട്ടഹസിക്കുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ നോക്കി മഹാനായ ബിലാൽ തങ്ങളെ കുറിച്ച് വറഖത്ത് ഇബ്നു നൗഫൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഉമയ്യത്തെ, ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഫവല്ലാഹി, എഴുതി വെച്ചോളൂ ഉമയ്യ, നിങ്ങളുടെ ഈ പീഡനത്തിലാണ് ബിലാലെങ്ങാനും മരണപ്പെടുന്നതെങ്കിൽ ആ മരണപ്പെടുന്ന ബിലാലിന്റെ ഖബർ അറേബ്യയിലെ പെണ്ണുങ്ങളെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വരുന്ന ഇടമായി മാറും കേട്ടോ. ഈ ബിലാലിന്റെ ഖബറിന്റെ അരികത്ത് ചെന്നാൽ റഹ്മത്ത് ചോദിക്കപ്പെടാൻ കഴിയും. അവിടെ അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷിക്കും. അത്രമേൽ ദാരുണമായ മൃഗീയമായ താടനങ്ങളാണ് നിങ്ങൾ ഈ മനുഷ്യനോട് ചെയ്യുന്നത്, ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നാവെടുക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് മഹാനായ ബിലാൽ എന്നവരെ മോചിപ്പിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ അനുഭവിച്ച 1000-ൽ-1 പോലും മുഅ്മിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ മാത്രം. അപ്പോഴാണ് അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലൂ
حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലത്ത പ്രയാസങ്ങൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ അറിയാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഹബീബായ നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്വഹാബിമാരെ രക്ഷപ്പെടുത്തണം, അവരെ എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അവരെ പാർപ്പിക്കണം. അപ്പോഴാണ് ഹബീബിന് വഹി വരുന്നത്. നബി തങ്ങൾ സ്വഹാബികളെ വിളിച്ചിട്ട് പറയുന്നു, സ്വഹാബിമാരെ, നിങ്ങൾ കപ്പൽ കയറി യാത്ര ചെയ്യാൻ നിങ്ങളെ കൊണ്ടാകുമോ? കപ്പൽ കയറി യാത്ര ചെയ്യണം, ഹബശയിലേക്ക് പോകണം, എത്യോപ്യയിലേക്ക് പോകണം. ബിഹാ മലിക്കുൻ ലാ യുദ്ലമു ഇൻദഹു അഹദുൻ. അവിടെ ഒരു ക്രിസ്ത്യാനിയായ രാജാവുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, പക്ഷെ അദ്ദേഹം നല്ല മതബോധമുള്ള ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരാളും ആക്രമിക്കപ്പെടുകയില്ല, ഒരാൾക്കും അനീതി ഏൽക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ 80ഓളം വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആദ്യമായി കപ്പൽ കയറുന്നു. അറിയാത്തൊരു നാട്ടിലേക്ക്, പരിചയമില്ലാത്ത എത്യോപ്യൻ ഭാഷയാണ് അവിടെ. അവർ അറബിയല്ല സംസാരിക്കുന്നത്, നാട്ടുകാർ പരിചയക്കാരല്ല. വിജനമായൊരു പ്രദേശത്തേക്ക് 80ഓളം ആണുങ്ങളും പെണ്ണുങ്ങളുമായി എത്യോപ്യയിലേക്ക് യാത്ര ചെയ്ത ഇസ്ലാമിലെ ആദ്യത്തെ ഒരു ഹിജറയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു നൽകിയ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, അവിടുത്തെ രാജാവ് നജാഷി എന്ന നെഗസ് രാജാവ്, അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരാൾക്കും അനീതി ഏൽക്കേണ്ടി വരില്ല. പറഞ്ഞതുപോലെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഹബീബിന്റെ മുതാപ്പയുടെ മകനാണത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവര് നജാഷി രാജാവിന് ആരാണ് ഈസ നബി അലൈഹിസ്സലാം എന്ന് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു, അദ്ദേഹം മുസ്ലിമാവുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു മയ്യത്തിനെ കാണാതെ, ഒരു മയ്യത്തിന് ഗായിബായ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതാദ്യമായി നിർവഹിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഗായിബായ മയ്യത്തിന് ജനാസ നിസ്കരിച്ചത്. മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് ജനാസ നിസ്കരിക്കും, പക്ഷേ ഒരു മയ്യത്തില്ലാതെ കിട്ടിയ വിവരത്തിനനുസരിച്ച് ഗായിബായ മയ്യത്ത് നിസ്കരിച്ചത് മഹാനായ നജാഷി റളിയല്ലാഹു അൻഹുവിനാണ്. സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല, ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ മുസ്ലിമായിട്ടുണ്ട്. നജാഷിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ വിചാരിച്ച പോലെ തന്നെ നജാഷി മുസ്ലിമീങ്ങളെ സ്വീകരിച്ചിരുത്തി. അൻതും സയൂമുൻ ഫീ അർളി. അദ്ദേഹം അറബിയും എത്യോപ്യൻ ഭാഷയും മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അൻതും സയൂം ഫീ അർളി. നിങ്ങൾ എന്റെ രാജ്യത്ത് സയൂം, നിങ്ങൾ സുരക്ഷിതരായി ആരെയും പേടിക്കാതെ ജീവിച്ചോളൂ. മാറ്റി നോക്കണം. അൻതും സയൂം ഫീ അർളി. സ്വഹാബികളിൽ യാത്ര ചെയ്തു വന്ന, കപ്പൽ യാത്ര ചെയ്തവരിൽ മഹദിമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. 7 വർഷമാണ് അവരവിടെ താമസിക്കുന്നത്. 7 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ അറിയാത്തൊരു നാട്ടിൽ 7 വർഷം അവിടെ താമസിക്കുന്നു. അവിടെ ചിലർക്ക് മക്കളുണ്ടായിട്ടുണ്ട്, ചില ആളുകൾ, യുവാക്കളായ ആളുകൾ യൗവനം കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് എത്തിയിരിക്കുന്നു, പിഞ്ചു മക്കൾക്ക് പ്രായപൂർത്തിയായിരിക്കുന്നു. അത്രമേൽ ദീർഘമായ കാലം 7 വർഷം ഹിജറ വരെ. ഹിജറ കഴിഞ്ഞിട്ട് 7 വർഷം, അതായത് ഏകദേശം 14-15 വർഷമാണ് സ്വഹാബിമാർ എത്യോപ്യയിൽ കഴിച്ചുകൂട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എത്യോപ്യയിൽ നിന്ന് വന്നവരിൽ ഒരു പിഞ്ചുമോളുണ്ട്, ഉമ്മു ഖാലിദ് ബിൻതു ആസ്. ഉമ്മു ഖാലിദ് ബിൻതുൽ ആസ് റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണ്. അവര് ജനിച്ചത് എത്യോപ്യയിലാണ്. ആ മോളെ അല്ലാഹുവിന്റെ റസൂലിനെ കാണിക്കാൻ വന്ന ഉമ്മയും ഉപ്പയും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ആ മോളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഉമ്മു ഖാലിദ് ബിൻതുൽ ആസ് റളിയല്ലാഹു അൻഹ ചെറിയ മോളാണ്.
അങ്ങനെ നബി തങ്ങൾക്ക് നല്ല നിറമുള്ള വരകളുള്ള ഒരു വസ്ത്രം സമ്മാനമായി കിട്ടിയപ്പോ ഈ മോളുടെ ദേഹത്തെ ഇങ്ങനെ ഉടുപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, നല്ല രസമുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ. സനായ ഉമ്മ ഖാലിദ്, സനായ ഉമ്മ ഖാലിദ്. എത്യോപ്യൻ ഭാഷയിൽ സന എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നാണ്. സനായ ഉമ്മ ഖാലിദ്. നബി തങ്ങൾക്ക് അറബി അല്ലാത്ത ഭാഷ തങ്ങൾ സംസാരിച്ചതിലെ ചില വാക്കുകളാണ് ഇതൊക്കെ. സന അല്ലെങ്കിൽ സിന ലിയ ഉമ്മ ഖാലിദ്. ഉമ്മ ഖാലിദേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം ആ കുഞ്ഞിന് അറബി ഭാഷയിലേറെ അറിയുന്നത് എത്യോപ്യൻ ഭാഷയാണ്. മദീനയിലേക്ക് എത്തുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്യോപ്യയിലേക്ക് കപ്പൽ കയറിയവർ എത്യോപ്യയിൽ തന്നെയാണ്, ഹബശയിലാണ്. തങ്ങളും അനുയായികളും മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. മദീന ഇസ്ലാമിന്റെ വളക്കൂറുള്ള നാടാണ്. അവർ ഹബീബിനെ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തോടുകൂടെ വളരെ വളരെ മനോഹരമായ കവിതകൾ ചൊല്ലി ഹർഷപുളകിതരായി ഹബീബിനെ സ്വീകരിച്ച മണ്ണാണ് മദീന. മദീനയിൽ ഹബീബായ നബിതങ്ങളും സ്വഹാബിമാരും മദീനയിൽ ജീവിക്കുമ്പോൾ സ്വഹാബിമാരിലെ 80ഓളം ആളുകളും എത്യോപ്യയിലുണ്ട്. ഖൈബർ യുദ്ധം നടക്കുന്നു. അത് 7ാം വർഷമാണ് നടക്കുന്നത്. അതായത് എത്യോപ്യയിലേക്ക് യാത്ര പോയി 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് അവരോട് വരാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് വരണം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകി ആദ്യം കപ്പലിലേറിയവർ, അവരിൽ മഹദിമാരുണ്ട്, മഹാന്മാരായ സ്വഹാബിമാരുണ്ട്. അവർ മദീനയിലേക്ക് യാത്ര വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ജഅഫർ തങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അശ്ബഹത ഖൽഖി വ ഖുലുഖി. ജഅഫറെ, നിങ്ങൾക്ക് എന്റെ ശരീരവും എന്റെ സ്വഭാവത്തിന്റെയും ഗുണങ്ങൾ രണ്ടും ഒരുപോലെ അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. ജഅഫർ എന്നവരെ കണ്ടാൽ ഹബീബിനെ കാണുന്ന പോലെ അതേ രീതിയിൽ നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു സ്വഹാബിയുണ്ട്, ഉസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഉസമ ഇബ്നു അബ്ബാസ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, സമർക്കന്ദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഷാഹി ജിന്തയിൽ മഖാമുള്ള ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലെ ഷാഹി ജിന്തയിൽ കിടക്കുന്ന ഉസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവനെ നബി തങ്ങൾ പറയാറുണ്ട്, അശ്ബഹത ഖൽഖി വ ഖുലുഖി. എന്റെ സ്വഭാവവും എന്റെ പ്രകൃതവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ. മഹാനായ ജഅഫർ എന്നവർ വരുമ്പോൾ തങ്ങൾ പറയുകയാണ്, ഞാൻ സന്തോഷിക്കേണ്ടത് ഖൈബറിന്റെ വിജയമാണോ ഞാൻ സന്തോഷിക്കേണ്ടത് അംബിഖുദൂമി ജഅഫർ, അതല്ല ജഅഫറിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ വരവാണോ ഞാൻ സന്തോഷിക്കേണ്ടത്? നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുടുംബമാണ് വരുന്നത്. പിഞ്ചു മക്കളുണ്ട്, ജഅഫർ അവരുടെ ഭാര്യയുണ്ട്. അവരാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പ്രഗൽഭമായ സ്ഥാനത്തിരിക്കുന്ന മഹദിയായ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. ഇതൊരു അസ്മാ ബീവിയാണ്. സിദ്ദീഖ് തങ്ങളുടെ മകൾ അസ്മാ ഉണ്ട്, ആയിഷ ബീവിയുടെ സഹോദരി. അവരല്ല, അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആദ്യത്തെ കപ്പൽ യാത്രയിൽ എത്യോപ്യയിലേക്ക് യാത്ര പോയ മഹദിയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ ബീവിയെ കാണാൻ വേണ്ടി ഈ അസ്മാ ബീവി വന്നപ്പോ, അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ, അപ്പോൾ ഉമർ എന്നവർ കടന്നു വന്നു. ഉപ്പ വരികയാണ്, സഫിയ ഹഫ്സ ബീവിയെ കാണാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഉമർ തങ്ങൾ വന്നപ്പോഴേ മോളോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ആരാ മോളെ നിന്റെ അടുത്തിരിക്കുന്നത്? അപ്പൊ ഹഫ്സ ബീവി പറഞ്ഞു, ഇത് അസ്മാഉ ബിൻതു ഉമൈസ്, ഇത് അസ്മാ ബീവിയാണ്.
ആൽ ബഹരിയതു ഹാദിഹി, ആ കടൽ കടന്ന മഹദിയോ എന്ന് ചോദിച്ചു. ആൽ ബഹരിയതു ഹാദിഹി, കടൽ കടന്ന മഹദിയാണോ? അതെ. ആൽ ഹബശിയതു ഹാദിഹി, എത്യോപ്യയിൽ പോയ മഹദിയാണോ എന്ന് ചോദിച്ചു. ഖാലത്ത് നഅം, അതെ ഉപ്പാ, അസ്മാ ബീവി തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, അസ്മാ സബഖനാകും ബിൽ ഹിജ്റതി, സബഖനാകും ബിൽ ഹിജ്റതി മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സബഖനാകും ബിൽ ഹിജ്റ. അസ്മായെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹിജ്റ പോരാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് അല്ലാഹു നൽകി. ഞങ്ങൾ ഹബീബിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ വന്നു, നിങ്ങളെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. സബഖനാകും. ചെറിയൊരു പിടുത്തണ്ടോ, ഒന്ന് തുറക്കാണ്ടോ? ആൽ ബഹരിയതു ഹാദിഹി ആൽ ഹബശിയതു ഹാദിഹി സബഖനാകും ബിൽ ഹിജ്റ. അസ്മായെ, നിങ്ങൾ ഹിജ്റ പോകുന്ന ഒരു യാത്രയിൽ നിങ്ങളുടെ കൂടെ റസൂലുള്ളാഹി തങ്ങളില്ലല്ലോ, എന്നാൽ ഞങ്ങളുടെ കൂടെ നബി തങ്ങളുണ്ട്. നബി തങ്ങളുടെ കൂടെയുള്ള ആദ്യത്തെ ഹിജ്റ ഞങ്ങൾക്കാണ് ലഭിച്ചത്. സബഖനാകും ബിൽ ഹിജ്റ. അസ്മാ ബീവിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ വചനം, ആ മറുപടി, ആ തമാശ. അതായത് നബിതങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ, നബിതങ്ങളുടെ കൂടെയുള്ള ആദ്യത്തെ ഹിജ്റ ഞങ്ങൾക്കല്ലേ ലഭിച്ചത്, നിങ്ങൾക്കല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്കാണ് കഴിഞ്ഞത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ധർമ്മത്തിലേക്ക്, സത്യത്തിലേക്ക്, ആത്മീയ ചൈതന്യത്തിലേക്ക് ആദ്യം കുതിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു മഹദിയാണിത്. നമ്മുടെ പെങ്ങന്മാർക്ക് മാതൃക, നമുക്ക് മാതൃകയായ ഉമ്മയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറേ, ബൽ കുൻതും മഅ റസൂലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ മക്കയിൽ തങ്ങിയവരല്ലയോ? യർഫഉ അലാ മരീദികും, നിങ്ങളുടെ രോഗികളെ ശുശ്രൂഷിക്കാൻ നബിതങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വയുത്ഇമു ജായിഅകും, നിങ്ങളിലെ വിശക്കുന്ന ആളുകളെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നബിതങ്ങളുണ്ട്. വയൻസുറു ദഈഫകും, നിങ്ങളിലെ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ നബിതങ്ങളുണ്ട്. എന്നാൽ ആരാരുമില്ലാത്ത എത്യോപ്യയിലാണ് ഞങ്ങൾ ഉണ്ടായത്. അതിന്റെ പേരിൽ ഞങ്ങളോട് നിങ്ങൾ മേന്മ പറയുകയാണോ ഉമറേ? വല്ലാഹി ലാ അസ്കുതു ഹത്താ ഉബല്ലിഗ അൻക റസൂലല്ലാഹ്, ഞാൻ ഒരിക്കലും മൗനിയായിരിക്കില്ല. ഈ വിവരം ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പരാതി പറയും. എന്തിനാ ഞങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞത്? നബി തങ്ങളുടെ കൂടെ നോക്കണം, അവരുടെ ആലോചന നോക്കി മുഅ്മിനീങ്ങളെ. ഹബീബിന്റെ കൂടെ യാത്ര ചെയ്ത ഹിജ്റ, നിങ്ങൾ ഹിജ്റ പോയല്ലോ എത്യോപ്യയിലേക്ക്, അന്ന് നബി തങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ. പക്ഷേ തങ്ങളുടെ കൂടെയുള്ള ഹിജ്റ ഞങ്ങൾക്കല്ലേ കിട്ടിയത്. അത് പറഞ്ഞത് സഹിക്കാൻ കഴിയാതെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബിന്റെ മുമ്പിലേക്ക് വന്ന അത്ഭുതകരമായ ഒരു രംഗമാണിത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമർ യഖൂൽ, ഉമർ എന്നവർ പറയുന്നുണ്ട്, സബഖ്തുമുനാ ബിൽ ഹിജ്റതി വൽ ജിഹാദ്, ഞങ്ങൾ നിങ്ങളെക്കാളും ഹബീബിന്റെ കൂടെ ഹിജ്റയിലും ജിഹാദിലും ഞങ്ങൾ നിങ്ങളുടെ മുൻപന്തിയിലെത്തിയിട്ടുണ്ട്. നബിയെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനും എന്റെ ഭർത്താവ് ജഅഫർ റളിയല്ലാഹു അൻഹുവും
എന്റെ മക്കളും എത്യോപ്യയിലായതിന്റെ പേരിൽ അങ്ങയുടെ കൂടെ ഹിജറ ചെയ്യാൻ കഴിയാത്ത നഷ്ടം ഞങ്ങൾക്ക് വന്നോ നബിയെ, ഞങ്ങൾക്ക് ആ കൂലി നഷ്ടമായോ എന്ന് സങ്കടത്തോടെ ചോദിക്കുകയാണ് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ. ഒരു പ്രതിഫലവും നഷ്ടമാവരുത്. ഹജ്ജ് നടക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ കൂടെ എല്ലാ ഭാര്യമാരുമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിടത്ത് കരയുകയാണ്. ചോദിച്ചു, ആയിഷ ഹജ്ജ് കഴിഞ്ഞില്ലേ, എന്തിനാ ഈ കരച്ചിൽ? തങ്ങൾക്ക് മനസ്സിലായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള എല്ലാ മഹദിമാരും ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ആ ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കെ മഹദി റളിയല്ലാഹു അൻഹാക്ക് അശുദ്ധിയായപ്പോ മഹദി കരയുകയാണ്. ഫബക്കത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ടെന്റിൽ നിന്ന് തേങ്ങി തേങ്ങി കരയുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ നിങ്ങൾക്ക് അശുദ്ധിയായോ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അതേ നബിയെ, ഞാനിനി എങ്ങനെയാണ് ഉംറ ചെയ്യുക? എനിക്കിനി ഉംറയുടെ കൂലി ലഭിക്കില്ലല്ലോ നബിയെ. അങ്ങയുടെ കൂടെ വന്ന മുഴുവൻ ആളുകളും ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്തപ്പോ എനിക്കൊരു ഹജ്ജ് മാത്രമല്ലേ ഉള്ളൂ, ഒരു ഉംറ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇബാദത്തിന്റെ ആവേശമാണ്. അങ്ങനെയാണ് മഹദി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശുദ്ധിയായപ്പോ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്യാൻ വേണ്ടി മക്കക്കടുത്തുള്ള തൻഈമിലേക്ക്, നമ്മൾ ഇന്ന് പറയുന്ന മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹബീബ് പറഞ്ഞയച്ചതാണ്. ആയിഷ, നിങ്ങൾ തൻഈമിലേക്ക് പോയിക്കോളൂ, അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് നിങ്ങൾ ഉംറ നിർവഹിച്ചോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഉംറ കഴിഞ്ഞ് അടുത്തൊരു ഉംറ, ഉമ്മാക്ക് വേണ്ടി മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി, മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി, മരിച്ചുപോയ ബന്ധുവിന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി നമ്മുടെ ഉംറകൾ കഴിഞ്ഞാൽ ഒരു ഉംറ കൂടെ, ഒന്നോ രണ്ടോ, ഇനി എത്ര വേണമെങ്കിലും മക്കക്കാരുടെ മീഖാത്ത് തൻഈമാണ്, മസ്ജിദ് ആയിഷയാണ് റളിയല്ലാഹു അൻഹാ. ആ മീഖാത്ത് തന്നെ അവിടെ സ്ഥാപിതമാകുന്നത് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എനിക്ക് ഉംറ കിട്ടാതെ പോകുമോ നബിയെ എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ മഹദിക്ക് വേണ്ടി നബി തങ്ങൾ നിർണയിച്ചു കൊടുത്ത മീഖാത്താണത്. ഇബാദത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടി. അബ്ദുറഹ്മാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും ആ മരിച്ച ജനാസയുടെ കൂടെ മയ്യിത്ത് നിസ്കരിക്കുകയും ആ ജനാസയെ അനുഗമിക്കുകയും ചെയ്താൽ ഫലഹു ഖീറാത്ത് വൽ ഖീറാത്തു മിസ്ല ജബലി ഉഹുദിൻ, ഉഹദ് മലയോളം വരുന്ന പ്രതിഫലം ഒരു മയ്യിത്തിന്റെ കൂടെ പോകുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്നുണ്ട്. എന്നാൽ ആ മയ്യിത്ത് മറവ് ചെയ്യുന്നവരെ ആരെങ്കിലും പള്ളിക്കാട്ടിൽ ആ മയ്യിത്തിന്റെ കൂടെ മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ അവിടുത്തെ തൽഖീനും ആ മയ്യിത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ആ മയ്യിത്തിന് പരിപൂർണമായും മറവ് ചെയ്ത് പൂർത്തിയാകുന്നവരെ കാത്തിരുന്നാൽ ഫലഹു ഖീറാത്താനി, അവർക്ക് ജബൽ ഉഹദിനോളം വരുന്ന രണ്ട് മലകളുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കരയാൻ തുടങ്ങി. എന്തിനാ നിങ്ങൾ കരയുന്നത്? ഈ ഹദീസ് ഞാൻ കേട്ടില്ലല്ലോ. മയ്യിത്തുകൾ കാണുമ്പോൾ കൂടെ പോകാറുണ്ട്, പക്ഷേ മറവ് ചെയ്ത് കഴിയുന്നവരെ ഞാൻ പള്ളിക്കാട്ടിലേക്ക് പോകാറില്ല, ഖബറിന്റെ അരികത്തേക്ക് പോകാറില്ല. അത് മറ്റുള്ളവരുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതിന് അല്ലാഹുവിന്റെ റസൂൽ രണ്ട് ഖീറാത്ത് മഹാമലകളോളം വരുന്ന പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞത് എനിക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് കരയുകയും, ആ ഹദീസ് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ മഹാനവറുകൾ തന്റെ ഒരു മൗലയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്ത് ചോദിച്ചു, ആയിഷ ബീവി, അബൂ ഹുറൈറ പറയുന്ന ഈ ഹദീസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ?
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു, നഅം സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എന്റെ മെഹബൂബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ജനാസയെ അനുഗമിക്കുന്നവർക്ക് ഒരു ഖീറാത്ത്, ഒരു മലയോളം പ്രതിഫലവും, മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കൂടെ നിന്നാൽ 2 മഹാമലയോളം വരുന്ന പ്രതിഫലവുമുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവർ മറുപടി കിട്ടുന്നവരെ കുറച്ച് കല്ലെടുത്ത് കൈകളിൽ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ആയിഷ ബീവി ആ ഹദീസ് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ ആ കൈകളിലെ കല്ല് ഭൂമിയിലേക്ക് എറിഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, കം ഫറത്നാ മിൻ ഖവാരീത്, എത്രയെല്ലാം പ്രതിഫലങ്ങളാണ്, എത്രയെല്ലാം മഹാമലകളാണ് എനിക്ക് നഷ്ടമായത് റബ്ബേ, ഇത്രയും കാലം ഞാനത് അറിഞ്ഞില്ലല്ലോ. സങ്കടം വേണം, സങ്കടം വേണം. മഹാനായ അല്ലാമ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ ആളുകളിൽ ഒരാൾ മാത്രമാണ് വന്ന് മഹാനവറുകളെ ആശ്വസിപ്പിച്ചത്. എന്നിട്ട് പറയുകയാണ്, എന്റെ ഒരു മോൻ മരിക്കുകയാണെങ്കിൽ, എനിക്കൊരു മകൻ മരിച്ചിരുന്നെങ്കിൽ എത്ര ആളുകൾ എന്റെ വീട്ടിലേക്ക് വരും, സാരല്ല കേട്ടോ, സാരമില്ല എന്ന് പറയാൻ. എന്റെ നിസ്കാരം നഷ്ടമായതല്ല, എന്റെ ജമാഅത്ത് നഷ്ടമായത്, എന്റെ മകൻ മരിക്കുന്ന അത്ര പോലും ജനങ്ങൾ അതിന് വില കൊടുക്കുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ട മഹാനാണ് അല്ലാമ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി. കാര്യങ്ങളെ ഒരു മുഅ്മിനായ മനുഷ്യൻ തുച്ഛമായ സമയമാണ് ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നത്. ആ തുച്ഛമായ സമയം നന്മകൾ ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് 1000 തവണ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ മഹാന്മാർ. മഹദിയായ അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, നബിയേ, എന്റെ ഭർത്താവിന്റെ കൂടെ ഞാനും എന്റെ പിഞ്ചുമക്കളും എത്യോപ്യയിലായി പോയത്, അങ്ങയുടെ കൂടെ ഹിജറ വരാൻ സാധിക്കാതെ പോയതിന് ഞങ്ങൾക്ക് പ്രതിഫലം നഷ്ടപ്പെട്ടു പോയോ നബിയേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ലോകത്തിന്റെ ഗുരു കൊടുത്ത മറുപടിയുണ്ട്, യാ അസ്മാ, അല്ലയോ അസ്മാ, ഇദ്ഹബീ, നിങ്ങൾ പോയി മറുപടി കൊടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ഫഅബ്ലിഗി മൻ ഖൽഫകി മിൻ അസ്ഹാബികി മിൻ അസ്ഹാബിസ് സഫീന, ഞങ്ങൾ അങ്ങനെ വിളിച്ചത് കപ്പലുകാർ. ആ കപ്പലിൽ യാത്രയായ നിങ്ങളുടെ കൂട്ടുകാരി പെണ്ണുങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ, അന്നലിൽ മുസ്ലിമീന അജ്റൻ വാഹിദാ വ അന്ന ലകും അജ്റൈൻ, എന്റെ കൂടെ യാത്ര ചെയ്തു വന്ന ഹിജറ ചെയ്തു വന്നവർക്ക് ഒരു പ്രതിഫലമാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു 2 പ്രതിഫലമാണ് നൽകുന്നത്. നിങ്ങൾ മദീനയിലേക്കുള്ള ഹിജറ മാത്രമല്ല, എത്യോപ്യയിലേക്കും നിങ്ങൾ ഹിജറ പോയവരല്ലയോ, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് 2 പ്രതിഫലം നൽകും. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ കൂടെയുള്ള പെണ്ണുങ്ങൾ, എത്യോപ്യയിലുള്ള ആ പെണ്ണുങ്ങൾ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി, ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ തടിച്ചുകൂടുമായിരുന്നു. അസ്മാ, അന്ന് എന്താ നബി തങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞത്, നമുക്ക് 2 പ്രതിഫലം ഉണ്ടെന്നല്ലേ എന്ന് ആവർത്തിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. എന്റെ കൂടെ കപ്പലിൽ യാത്ര ചെയ്തു വന്ന മഹദിമാരായ സ്വഹാബിയത്തുകളെന്ന് അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫർ എന്നവരുടെ ഭാര്യയാണ് ഇവരെ. മദീനയിൽ 2 പേരും എത്തി. 8 മാസമാണ് താമസിച്ചത്. 8 മാസം. 8ാം മാസത്തിലാണ് മുത്തനബി തങ്ങൾക്ക് തങ്ങളുടെ ഇസ്ലാമിന് ദീനിനെതിരായിട്ട് റോമൻ സൈന്യം മുഅ്തയിലെത്തി എന്ന് കേൾക്കുന്നത്. മുഅ്ത ഇന്ന് ജോർദാനിലാണ്. അമ്മാനിൽ നിന്ന്, അമ്മാൻ ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ സിറ്റിയിൽ നിന്ന് ബസ്സിന് പോവുകയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്താൽ കറക് റൂട്ടിൽ നമുക്ക് മുഅ്തയിലെത്താൻ കഴിയും. അവിടെ മുഅ്ത ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ പരിസരത്ത് റോഡിന്റെ സൈഡിൽ മുഅ്ത യുദ്ധം നടന്ന സ്ഥലം കാണാം. അതിന്റെ കുറച്ചപ്പുറത്താണ് മഹാന്മാരായ 3 സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്നത്. ഇന്നത്തെ ജോർദാനിലാണത്. അന്ന് റോമൻ ഭരണാധികാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ ഒരു കത്തെഴുതി. റോമൻ ഭരണാധികാരി ഹബീബായ നബി തങ്ങളുടെ കത്തുമായി ചെന്ന ദൂതനെ കൊലപ്പെടുത്തി. ഒരു ദൂതനെ കൊലപ്പെടുത്തുന്നത് അന്ന് വളരെ വലിയ അനീതിയാണ്, ചെയ്യാൻ പാടില്ലാത്തത്. തന്റെ ശത്രുവാണെങ്കിൽ പോലും ശത്രു രാജാവ് ഒരു ദൂതനെ പറഞ്ഞയച്ചാൽ ആ മെസഞ്ചറെ ബഹുമാനിക്കണമെന്നാണ്.
പക്ഷേ ആ ദൂതനെ കൊലപ്പെടുത്തി ഹബീബായ നബി തങ്ങൾ അതിനു വേണ്ടി റോമൻ സൈന്യത്തിനെതിരെ ഹബീബായ നബി തങ്ങൾ ഒരു സൈന്യം നിയോഗിക്കുകയാണ്. ആ സൈന്യത്തിൽ പോകുന്നു ഹബീബിന്റെ മൂത്താപ്പയുടെ മകൻ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ കൂടെ സുരക്ഷിതമായി 8 മാസമാണ് താമസിച്ചത് മദീനയിൽ. അതുവരെ എത്യോപ്യയിലാണ്. 8 മാസമേ ആയിട്ടുള്ളൂ. മൂത്തായിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം 3000 വരുന്ന ആളുകളാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഈ സൈന്യത്തിന്റെ നേതാവ് സയ്യിദ് ഇബ്നു ഹാരിസയാണ് റളിയല്ലാഹു അൻഹു. ആരാന്നറിയോ? ഹബീബായ നബി തങ്ങളുടെ പോറ്റുമകൻ എന്ന് മക്കക്കാർ വിളിക്കുമായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിസ. ഹബീബായ നബി തങ്ങൾ പിഞ്ചു പ്രായം മുതൽ തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന മോൻ. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹത്തിന് ബന്ധുക്കൾ സമ്മാനമായി കൊടുത്ത മോൻ. ആ മോനെ ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ വിവാഹം ചെയ്തപ്പോ നബി തങ്ങൾക്ക് ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അവരും മൂത്തയിലാണ്, ജോർഡാനിലാണ് ഇപ്പോ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മരുഭൂമിയിലൂടെ ഉമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാ ഒരു കൊള്ള സംഘം വന്ന് പിഞ്ചുകുട്ടിയായിരുന്ന സയ്യിദ് എന്നവരെ സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയത്. പിന്നെ കുട്ടിയെ കണ്ടിട്ടില്ല. ആ കുട്ടി കുറച്ച് വലുതായി പിന്നെ സ്ലൈവ് മാർക്കറ്റിൽ, അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഖദീജ ബിയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഹബീബിന്റെ വീട്ടിലെത്തി. അങ്ങനെ ആരോ പറഞ്ഞു വാപ്പയോട്, നിങ്ങളുടെ മോൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഉമ്മയും വാപ്പയും കാണാൻ വേണ്ടി വന്നു. നബി തങ്ങൾ ചോദിച്ചു, സയ്യിദേ, നിന്റെ ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ട്, നീ അവരുടെ കൂടെ പോകുന്നോ? അപ്പൊ സയ്യിദ് എന്നവർ ചോദിച്ചു, എനിക്കൊരു സമ്മതം നൽകുമോ ഉപ്പ? ഞാൻ ഹബീബിന്റെ കൂടെ നിൽക്കണോ, നിങ്ങളുടെ കൂടെ വരണോ? എനിക്കൊരു ചോയ്സ് നിങ്ങൾ തരുമോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഹബീബിന്റെ കൂടെ നിൽക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ വളർത്തിയ മോനാണ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് ഇബ്നു ഹാരിസയെ നബി തങ്ങൾ ആദ്യമായി മുഅ്തായ രണാങ്കണത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചു. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദ് എന്നവർ വഫാത്തായാൽ പിന്നെ രണ്ടാമത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ഹബീബായ നബി തങ്ങളാണെന്ന് കണ്ടാൽ തോന്നുമാർ അത്രക്ക് ശരീര സാദൃശ്യം ഉണ്ടായിരുന്ന സ്വഹാബി. സയ്യിദും വഫാത്തായാൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഷാഇറുസ് സ്വഹാബ, സ്വഹാബികളിലെ കവിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളുടെ മഖാം ഇന്ന് ജോർദാനിൽ. അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത്, എനിക്ക് അനുഭവമുണ്ട്, നമ്മുടെ കൂടെ യാത്ര ചെയ്ത് വന്നവരുണ്ടായിരുന്നു. ആ മഖാമിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയൊരു സുഗന്ധം അവിടെ അനുഭവിക്കാൻ കഴിയും. അവിടെ ആരും സെന്റ് വന്ന് പൂശയൊന്നും ചെയ്യുന്നില്ല. അതിലേക്ക് കടക്കുമ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സുഗന്ധമാണ്. അത് ഇന്നും ഒരു 6 മാസം മുമ്പ് വരെ ഞാൻ അനുഭവിച്ചു. വലിയൊരു സുഗന്ധമാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. നബി തങ്ങൾ മൂന്നാമത് പതാക പിടിക്കണമെന്ന് പറഞ്ഞ സ്വഹാബിയാണത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അവിടുത്തെ നാട്ടുകാരായ ആളുകളാണ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ആ മഖാമിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്ത സുഗന്ധം അതിന്റെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. അത് വേറെ പരിസരത്തൊന്നും കാണാം. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇവിടെ ആരും ഒരു സെന്റും ഒരു അത്തറും പൂശാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഇല്ലതാനും. പക്ഷേ ആ സ്വഹാബിയുടെ നന്മയായിരിക്കണം കറാമത്തെന്നോണം എന്നും അതവിടെ അനുഭവിക്കാൻ കഴിയും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചു മുഅ്തയിലേക്ക്. അന്ന് മുഅ്ത റോമൻ ഭരണത്തിന്റെ കീഴിലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട 3 സ്വഹാബിമാരെ നേതൃസ്ഥാനമേൽപ്പിച്ച് പറഞ്ഞയക്കുന്നു. അവിടെ വന്ന റോമൻ സൈന്യമാണെങ്കിലോ 2 ലക്ഷം വരുന്ന ആളുകളോട് പടപൊരുതാൻ 3000 ആളുകളാണ് പോകുന്നത്. വെറും 3000, 2 ലക്ഷമാണ് ശത്രുക്കൾ. യുദ്ധം ആരംഭിച്ചു. മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക പിടിച്ചിരുന്നു. മഹാൻ ഷഹീദായി. രണ്ടാമത് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ആണ് മുഅ്മിനെ. ഒരു ബ്ലേഡ് തട്ടിയാലുള്ള വേദന എത്രയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൈയങ്ങ് മുറിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ ഇസ്ലാമിന്റെ പതാക കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ചു, മുറിഞ്ഞ കൈയുമായിട്ട്. എന്നിട്ട് പടപൊരുതി. എന്നിട്ട് തോൾ ഭാഗം ഒരു ശത്രു, റോമക്കാരനായ ശത്രു വന്ന് വെട്ടിമുറുക്കിയപ്പോ തന്റെ തോൾ കൈ മുറിഞ്ഞറ്റപ്പോഴാണ് ഇടത് കൈയിലേക്ക് പതാക പിടിച്ചത്. ആ രണ്ടാമത്തെ കൈയും പരിപൂർണമായി മുറിക്കപ്പെട്ട് ചോര വാർന്ന് അവിടെ ഷഹീദായി മരിക്കുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. ആ നഷ്ടപ്പെട്ട 2 കൈകൾക്ക്
പകരം അല്ലാഹു സ്വർഗ്ഗലോകത്ത് പാറിക്കളിക്കാൻ ചിറകുകൾ നൽകിയെന്ന് ഹബീബ് പറഞ്ഞിട്ടാണ് ജഅഫർ ത്വയ്യാർ, പറക്കുന്ന ജഅഫർ റളിയല്ലാഹു അൻഹു എന്ന് മഹാന് പേര് വരാൻ കാരണം ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു തആല അൻ. ഹബീബായ നബി തങ്ങൾക്ക് മദീനയിൽ ജിബ്രീൽ അലൈഹിസ്സലാം തൽസമയ വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ശരിക്കും പോരാടി അവിടെ ഷഹീദായി മരിച്ചു വീഴുന്നു. മൂന്ന് മഹാന്മാരായ സ്വഹാബിമാർ മുഅ്ത രണാങ്കണത്തിൽ ഷഹീദാകുന്നു. സ്വഹാബിമാരുടെ മൊത്തം എണ്ണം 3000, ശത്രുക്കൾ 2 ലക്ഷം. അപ്പോഴാണ് മഹാനായ സാബിത്ത് ബിനു അഖ്റൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്ന് പറയുന്നു, ജനങ്ങളെ എന്റെ അരികത്ത് ഓടി വരൂ, ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നു. സാബിത്ത് ബിനു അഖ്റൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഒരാളെ നേതാവിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അവര് പറഞ്ഞു, സാബിത്തെ നിങ്ങളായിക്കോട്ടെ നേതാവ്. അദ്ദേഹം പറഞ്ഞു, ഞാനാവില്ല. എന്നാ പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആകട്ടെ. ഖാലിദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നു. മുഅ്ത രണാങ്കണം വിജയം വരിക്കുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബി തങ്ങൾ സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് പറഞ്ഞ മഹാനായ സ്വഹാബിയുടെ ആ ഒരു കൈക്കരുത്ത് ഈമാൻ കൊണ്ടാണ് 9 വാളുകളാണെന്ന് പൊട്ടിയതെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു അഭിമാനത്തോടെ പറയുമായിരുന്നു. സൈന്യത്തിന്റെ റൈറ്റ് റെജിമെന്റിന് ലെഫ്റ്റിലേക്കും, ലെഫ്റ്റിന് ബാക്കിലേക്കും, ബാക്കിലുള്ള സംഘത്തെ മുമ്പിലേക്കും സൈന്യ വിന്യാസം നടത്തുകയും ഇസ്ലാമിന്റെ പതാക ത്തിന് പകരം പച്ചയും ചമപ്പും നീലയും വിവിധങ്ങളായ കളറുകൾ കൊടിപിടിക്കാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോ റോമക്കാര് വിചാരിച്ചു മുസ്ലിമീങ്ങൾക്ക് ആളുകൾ വേറെ എവിടെന്നോ കൂടുതൽ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ അവരാരും ഏറെ വന്നില്ല. ആ ഉള്ള ആളുകളെ ഖാലിദ് റളിയല്ലാഹു അൻഹു സ്ഥാനം മാറ്റിക്കൊടുത്തു. റോമക്കാർ യുദ്ധം തുടങ്ങിയപ്പോ ഇവരാരാണ് നമ്മൾ കാണാത്ത ആളുകളെ, ഇവരാളുകൾ കൂടുതൽ വന്നിട്ടുണ്ട്, മദീനയിൽ നിന്ന് സംഘം ഏറെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ റോമൻ സൈന്യം ഭീരുക്കളായി പിന്മാറുകയാണ്. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെയും കൊണ്ട് ഇങ്ങോട്ടും പിന്മാറുന്നു സുരക്ഷിതമായി മക്കയിലേക്ക്. അവർക്കിനി 30 ദിവസത്തോളം യാത്ര ചെയ്യാനുണ്ട് മദീനയിലെത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ സ്വഹാബിമാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുന്നു, ജനങ്ങളെ, അലാ ഉഹദ്ദിസുകും ബിഖൈരി ജൈശികും, നിങ്ങളിലെ ഏറ്റവും നല്ല സൈന്യത്തിന്റെ കഥ ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? അവർ പറഞ്ഞു, പറയൂ നബിയേ, എന്താണ് സംഭവിച്ചത്? അഖദ റായത സയ്യിദ് ഇബ്നു ഹാരിസ പതാക എടുത്തു. ഫൗസീബ്, അവർക്ക് മുറിവേൽക്കുകയും ഫഖുതില, അവിടെ വധിക്കപ്പെടുകയും ചെയ്തു. അവർ ഷഹീദാണ്. ഫസ്തഗ്ഫിറൂ ലഹു, നിങ്ങൾ സയ്യിദിന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കണേ. സ്വഹാബിമാർ ദുആ ചെയ്തു. മദീന പള്ളിയിൽ യുദ്ധത്തിന് പോകാൻ കഴിയാതിരുന്ന പാവങ്ങളായ നിരാലംബരായ രോഗികളായ ആളുകൾ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ സയ്യിദ് എന്നവർക്ക് പുറത്തു കൊടുക്കണേ, സയ്യിദ് എന്നവർക്ക് കരുണ ചെയ്യണമേ. തങ്ങൾ പറഞ്ഞു, പിന്നെ എന്റെ സ്വന്തം മുത്താപ്പയുടെ മകൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പതാക എടുത്തത്. ഫൗസീബ ഫഖുതില, എന്റെ ജഅഫറും ഷഹീദാണ്. ഫസ്തഗ്ഫിറൂ ലഹു, നിങ്ങൾ ജഅഫറിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞു, പിന്നെ പതാക എടുത്തത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അവരും ലോകത്തോട് വിട പറഞ്ഞു. സ്വഹാബ, അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ثم أخذ الراية سيف من سيوف الله مسلول, അല്ലാഹുവിന്റെ ചുഴറ്റപ്പെട്ട വാളെന്ന് നബി തങ്ങൾ പറയുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഫഫുതിഹ അലൈഹി, മഹാനായ ഖാലിദ് എന്നവരുടെ കരങ്ങളാൽ അല്ലാഹു വിജയം നൽകി എന്ന് റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ പ്രഖ്യാപിക്കുകയും മദീനക്കാരോട് അറിയിക്കുകയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ജഅഫറിന്റെ വീട്ടിലേക്ക് പോകാം റളിയല്ലാഹു അൻഹു. പിഞ്ചു മക്കളുണ്ടവിടെ, പറക്കമുറ്റാത്ത മക്കള്, 3, 4, 6 വയസ്സ് പ്രായമുള്ള മക്കളുണ്ടവിടെ.
അവരുടെ ഭാര്യയാണ് കപ്പലിലേറി ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്ത മഹദിയായ അസ്മാഉ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. ആ മഹദിയോട് ഈ വിവരം അറിയിക്കണം. സ്വഹാബിമാരിന് എത്താൻ ഒരു മാസം എടുക്കും, 30 ദിവസം എടുക്കും. നിബിതങ്ങൾ മഹദിയുടെ വീട്ടിലേക്ക് പോവുകയാണ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക്. ആ പിഞ്ചു മക്കളെ ജഅഫർ എന്നവർ വല്ലാതെ സ്നേഹിച്ചിരുന്നു. വല്ലാത്ത സ്നേഹത്തോടെ വളർത്തിയ മക്കളാണത്. ആ മക്കളെ ഉമ്മ വെക്കും, ആ മക്കളെടുത്ത് നടക്കും. ആ മക്കൾക്ക് വാപ്പയുടെ രൂപം റസൂലുള്ളാഹി തങ്ങളുടെ രൂപമാണ്. ഉപ്പ വരാറായിട്ടുണ്ട് എന്ന് വിചാരിച്ച് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ എന്നും മക്കളെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ഇട്ട് കൊടുക്കും. അന്നും അങ്ങനെ തന്നെ കുളിപ്പിച്ച് വസ്ത്രം കൊടുത്ത് നല്ല വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. വരുന്നത് അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വാതിൽക്കൽ മുട്ടിയപ്പോഴേക്കും അഖദത്തിൽ ഹിജാബ്, മഹദി അസ്മാ റളിയല്ലാഹു അൻഹ ഹിജാബ് ധരിച്ചു എന്ന ചരിത്രം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലാണെങ്കിൽ പോലും മറയിൽ നിൽക്കണം എന്ന് പഠിച്ച മഹദിയാണത്. നമ്മുടെ ഉമ്മമാര്, സഹോദരിമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ വിദ്യാർത്ഥിനികൾ ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. മഹദി ഹിജാബ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജഅഫറിന്റെ മക്കൾ എവിടെ? അവരെ എന്റെ അരികത്തേക്കൊന്ന് പറഞ്ഞേക്കൂ. അവരോടി വന്നു. ഹബീബായ നബി തങ്ങൾ അവരെ വാരി പുണർന്ന് ഉമ്മ വെക്കുകയാണ്. ഹബീബ് കരയുന്നുണ്ട്. ആ കരച്ചിൽ കണ്ടപ്പോ അസ്മാ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബലഗക അൻ ജഅഫരിൻ ഷൈഉൻ, എന്റെ ജഅഫറിന് എന്തെങ്കിലും പറ്റിയോ നബിയേ? എന്റെ ഭർത്താവിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? മഹാനായ നബി തങ്ങൾ സകത, തങ്ങൾ ഒന്നും പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, നബിയേ, ഈ പിഞ്ചു പൈതങ്ങളുടെ പിതാവിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ഖുതില ജഅഫറു, ജഅഫർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്, ഇനി മദീനയിലേക്ക് വരില്ല. ജഅഫർ എന്നവരെ മുഅ്തായിൽ മറവ് ചെയ്തിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോ യാ റസൂലല്ലാഹ് യുത്തിമ ബനൂ, ജഅഫറിന്റെ മക്കൾ യതീമുകളാണോ നബിയേ? ജഅഫറിന്റെ മക്കളെ യതീമുകളായോ നബിയേ? അവർക്ക് വാപ്പയില്ലേ നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, അസ്മാ അതഖാഫീനൽ ഐലത അലൈഹിം, അൽ ഐലത തഖാഫീന അലൈഹിം, നിങ്ങളുടെ മക്കളെ ആരും നോക്കാനില്ലാതെ അനാഥരായി മാറുമോ എന്ന് പേടിക്കുകയാണോ? അന വലിയുഹും ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ മക്കളുടെ ഉടമസ്ഥൻ, ഈ മക്കളുടെ രക്ഷിതാവ് ദുനിയാവിലും ആഖിറത്തിലും ഞാനാണ് അസ്മാ. ഈ മക്കള് എന്റെ മക്കളാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നമ്മൾ മിസ്കീന്മാരെ സഹായിക്കുകയും യതീമുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. യതീമുകളായ മക്കൾ, അവർക്ക് ഒരു വാപ്പ നഷ്ടപ്പെട്ടാൽ ഈ ഉമ്മത്തിലെ 1000 ഉപ്പമാർ ആ മക്കളുടെ കൂടെ നിൽക്കണം എന്നാണ് ശർഇന്റെ നിയമം. അതല്ലാതെ വാപ്പ മരിച്ചാൽ ആ മക്കളെ എളാപ്പ നോക്കണം, അല്ലെങ്കിൽ വാപ്പയുടെ ജ്യേഷ്ഠൻ നോക്കണം, വല്യാപ്പ നോക്കണം എന്ന നിയമം ശർഇലില്ല. എന്തുകൊണ്ട്? വാപ്പ മരിച്ചാൽ ആ കുട്ടിക്ക് 1000 ഉപ്പമാരുണ്ടാവണം. ആ മക്കളെ എല്ലാവരും മക്കളായി കാണണം. നബി തങ്ങൾ പറയുന്നു, അസ്മാ, ജഅഫറിന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരുമെന്ന് പേടിക്കുകയാണോ? അൽ ഐലത തഖാഫീന അലൈഹിം, ഞാൻ അവരുടെ രക്ഷിതാവാണ്, അവരെന്റെ മക്കളാണ്. അസ്മാ അന വലിയുഹും ഫിദ് ദുനിയാ വൽ ആഖിറ. ആരാണ് ഈ കൊണ്ടുപോകുന്നതെന്നറിയുമോ? 1 മാസം, 2 മാസം, 3 മാസം പുകയ്ക്കാൻ, വെച്ച് വിളമ്പാൻ, പാകം ചെയ്യാൻ ഒരു ഭക്ഷണം പോലുമില്ലാതെ കാരക്കയും വെള്ളവും കുടിച്ച് ജീവിക്കുന്ന ഹബീബിന്റെ വീട്ടിലേക്ക് 3 മക്കളെയും 1 വിധവയെയും ഹബീബായ നബി സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, ഹബീബായ നബിയുടെ ഭാര്യയായവർ വരുമ്പോ ഉമ്മു സലമ ബീവി പറഞ്ഞിരുന്നു, നബിയേ, എന്റെ അബൂ സലമ എന്ന ഭർത്താവിനേക്കാൾ ഖൈറായൊരു ഭർത്താവിനെ അല്ലാഹു എനിക്ക് നൽകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നബിയേ. എന്റെ വിഷമം, എനിക്ക് ഇന്നിമ്രഅത്തുൻ മുസ്ബിയ, എനിക്ക് മക്കളുണ്ട് നബിയേ. ഈ മക്കളെ അങ്ങേക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഉമ്മു സലമ, നിങ്ങളുടെ മക്കൾ എന്റെ മക്കളാണ്.
ആ ദാരിദ്ര്യമുള്ള വീട്ടിലേക്കാണ് ഹബീബ് കൊണ്ടുപോകുന്നത്. ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ കഴിയണം. സ്നേഹമാണ് വലുത്. ഒരുപാട് ഉള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? എത്ര ആളുകളാണ് ഹതഭാഗ്യന്മാർ. എന്നാൽ ഉള്ളതിൽ നിന്ന് അള്ളാഹുവിന്, പള്ളിക്ക്, മദ്രസക്ക്, ദീനിന്, വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക്, സൽപ്രവർത്തനങ്ങൾക്ക്, ചാരിറ്റി സംരംഭങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് അധികവും മിഡിൽ ക്ലാസുകളോ അല്ലെങ്കിൽ അതിലും താഴെ ജീവിത വരുമാനം വളരെ കുറഞ്ഞ ആളുകളുമാണ്. നമ്മൾ അറിയണേ, ഹബീബായ നബി തങ്ങൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ ഏറ്റെടുക്കുകയാണ്. അസ്മാ, പേടിക്കല്ലേ, അന വലിയുഹും ഫിദ്ദുനിയാ വൽആഖിറ, നിങ്ങളുടെ മക്കളെ ഞാൻ ഏറ്റെടുക്കുകയാണ്, ഞാൻ ഏറ്റെടുത്തു. ഇബ്അസൂ, നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇബ്അസൂ ലിആലി ജഅഫറിൻ തുആമാ ഫഇന്നഹും അതാഹും മാ യുശ്ഗിലുഹും, ജനങ്ങളെ, ജഅഫർ തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണേ. ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്കുള്ള ഭക്ഷണം നമ്മൾ അയൽവാസികൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ദീനിൽ സുന്നത്താണ്. അത് ഇവിടെ നിന്നാണ് വരുന്നത്. ജഅഫർ എന്നവരുടെ വീട്ടുകാർക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വീട്ടിലേക്കുള്ള ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹബീബിന്റെ മോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയാൻ പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞ നേരം നമുക്ക് ഓർമ്മയുണ്ടാകും ആ സംഭവം. അസ്മാ ബീവി അരികത്തുണ്ട്. ജഅഫർ എന്നവർ വഫാത്തായപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് എന്നവരെ വിവാഹം ചെയ്തിട്ടുണ്ട്. മഹദി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിതാവായ നമ്മുടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 6 മാസം കഴിഞ്ഞ് ലോകത്തോട് വിട പറയുകയാണ്. ഫാത്തിമ ബീവി ലോകത്തോട് വിട പറയുമ്പോ ബീവിക്ക് വയസ്സ് 20 നമ്മൾ ഓർക്കണം. 20 വയസ്സ്, 20ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖിന്റെ അരികത്തേക്ക് ഹബീബിന്റെ വഫാത്തിന് ശേഷം ആദ്യം വരുന്നത്, മോളെ, നിങ്ങളാണ് മോളെ. അൻതി അവ്വലു അഹ്ലി ലഹാഖൻ ബി, ഹബീബായ നബി തങ്ങൾ വഫാത്തായി വഫാത്താവാനുള്ള കിടത്തം കിടന്നപ്പോ ആ മരണശയ്യയിൽ കിടക്കുമ്പോൾ ബീവിയോട്, ഫാത്തിമയോട് റളിയല്ലാഹു അൻഹയോട് ചെവിയിൽ ചെന്നൊരു മന്ത്രിച്ചിട്ടുണ്ട്, ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്വകാര്യം കേട്ടപ്പോൾ ബീവി കരയുകയും പിന്നീട് ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ ബീവി ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോളെ ഫാത്തിമ. ആയിഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ കേളാമയാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്താണ്. പക്ഷേ ആ ആയിഷ ബീവി ഫാത്തിമ ബീവിയെക്കാളും 2 വയസ്സ് താഴെയാണ്. ഫാത്തിമ ബീവി ആയിഷ ബീവിയെക്കാളും വയസ്സുകൊണ്ട് മുതിർന്നവരാണ്. പക്ഷെ ആയിഷ ബീവിയെ ഉമ്മ എന്നാണ് വിളിക്കുക. അത് ഹബീബിന്റെ ഭാര്യയായതുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിച്ചു, ഫാത്തിമ, എന്താണ് ഹബീബ് നിങ്ങളോട് പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് റസൂലുള്ളാഹി എന്നോട് സ്വകാര്യം പറഞ്ഞതല്ലേ. എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലം സ്വകാര്യം വെളിച്ചത്താക്കാൻ പാടില്ല. നല്ല സ്വകാര്യങ്ങൾ വെളിച്ചത്താക്കാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചീത്ത സ്വകാര്യങ്ങൾ ഒരിക്കലും വെളിച്ചത്താക്കാൻ പാടുള്ളതല്ല, പരസ്യമാക്കാൻ പാടുള്ളതല്ല ഇസ്ലാമിൽ. അതുകൊണ്ട് ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ചോദിച്ചപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ആദ്യമായി ഉപ്പ എന്നോട് പറഞ്ഞത്, മോളെ, ഇത് നിന്റെ ഉപ്പയുടെ ഈ ലോകത്തെ അവസാനത്തെ ദിവസമാണ്, പരലോകത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഇത് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നോട് ഉപ്പ പറഞ്ഞു, മോളെ അരികത്തേക്ക് വാ. എന്റെ ചെവിയിൽ പറഞ്ഞു, മോളെ, ഉപ്പ വഫാത്തായാൽ ഖബറിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നിങ്ങളാണ് മോളെ, ഫാത്തിമ, നിങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് ചിരിക്കാൻ കഴിയും? അപ്പോഴാണ് ബീബി ചിരിച്ചത്. ആ ചിരി കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസം കഴിഞ്ഞ് മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ചിരിച്ചത് എന്നാണ് ചരിത്രം. അതിനിടയിൽ ചിരിച്ചില്ല. ഉപ്പയുടെ മരണം കഴിഞ്ഞ സങ്കടത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ രോഗശയ്യയിൽ കിടക്കുമ്പോൾ തൊട്ടരികത്തുണ്ട് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. ബീവിയോടൊരു സങ്കടം പറഞ്ഞു, അസ്മാ, ഞാൻ ആലോചിച്ചു പോകുന്നു, ഞാൻ മരിക്കുകയും എന്റെ മയ്യത്തെ കഫംപുടയിലായി പുതക്കുകയും ചെയ്താൽ അതൊരു പലക കഷ്ടത്തിലല്ലേ കൊണ്ടുപോകുന്നത്?
എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ വണ്ണവും എന്റെ ശരീരത്തിന്റെ വലുപ്പവും എന്റെ നീളവുമെല്ലാം പുരുഷന്മാർ വഴിവക്കിൽ നിൽക്കുന്നവർ കാണില്ലയോ അസ്മാ? എനിക്ക് മരിക്കാൻ എന്തെന്നില്ലാത്ത പേടിയാവുന്നു. എന്റെ ശരീരം ഒരു അന്യ പുരുഷൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ എന്റെ മയ്യത്ത് അന്നൊരു പലകപ്പുറത്ത് കൊണ്ടുപോകുന്ന പോലെയാണ്. അന്നത്തെ ജനാസക്കട്ടിൽ അങ്ങനെയാണ്, ഒരു പലകയാണ്. ആ പലകയിൽ വെച്ചാ കൊണ്ടുപോകുന്നത്. അസ്മാ, ആ കിടത്തമോർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അസ്മാ. നോക്കണം, ഫാത്തിമ റളിയല്ലാഹു അൻഹ 20ാമത്തെ വയസ്സിലാണ് പറയുന്നത്. 90 വയസ്സ് കഴിഞ്ഞ പ്രായത്തിലല്ല ഇത് പറയുന്നത്. 20ാമത്തെ വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കാണിത്. അവരല്ലയോ സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളുടെ നേതാവ്, അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലേ? ആ മഹദി എന്താണ് വിഷമിച്ചത്? എന്തിനാണ് വിഷമിച്ചത്? റോഡിലൂടെയുള്ള നടത്തത്തെ കുറിച്ചല്ല മഹദി പറയുന്നത്. അന്യപുരുഷന്മാരുമായി ഇടപഴകി സംസാരിക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അന്യരുമായി ഫോൺ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചുമല്ല ഈ പറയുന്നത്. മഹദി റളിയല്ലാഹു അൻഹയുടെ ഈ വേവലാതി മരിച്ചു കഴിഞ്ഞ് ജനാസ കൊണ്ടുപോകുമ്പോൾ ഞാനൊരു പെണ്ണല്ലയോ? എന്റെ ശരീരം വെള്ളവസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണമോ എന്റെ ശരീരത്തിന്റെ നീളമോ അന്യ പുരുഷന്മാർ കാണില്ലയോ അസ്മാ? ഇത് പറഞ്ഞപ്പോ എത്യോപ്യയിൽ നിന്ന് പരിചയമുള്ള ഈ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ കപ്പൽ കയറി ദീനിന് വേണ്ടി ആത്മീയ ജ്ഞാനത്തിന്റെ തീരത്തേക്ക് യാത്ര തിരിച്ച മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ മോളോട് ഫാത്തിമ ബീവിയോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ, അതിന് നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ എത്യോപ്യയിൽ ചെന്നപ്പോ എത്യോപ്യക്കാർ അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ മയ്യത്ത് കട്ടിൽ വെറും ഒരു പലകയല്ല, ആ മയ്യത്ത് കട്ടിലിന്റെ സൈഡിൽ തടവുണ്ട്. തലഭാഗത്തും കാൽഭാഗത്തും ചെറിയ മരകഷ്ണം വെച്ച് തടവക്കാറുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈത്തപ്പന തടിയുടെ ഈർന്നു വെച്ച പലകകൾ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് നമ്മുടെ മസ്ജിദുകളിൽ കാണുന്ന മയ്യത്ത് കട്ടിൽ പോലൊരു മയ്യത്ത് കട്ടിൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിക്ക് മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുത്തു. ഫാത്തിമ, നിങ്ങളുടെ മയ്യത്ത് ഇവിടെ കിടത്തുകയും അവർ രോഗിയായി കിടക്കാൻ മരണത്തിലേക്കുള്ള യാത്രയാണ്, ഹബീബ് ഉടനെ വരുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, ആ രോഗശയിൽ കിടക്കുന്ന കിടത്തം ഇനി മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ശരിക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെ ഇങ്ങനെ കിടത്തിയാൽ 2 ഭാഗവും മറയുകയും നിങ്ങളുടെ തലയോ കാലോ കാണാത്ത വിധം നിങ്ങളെ മറവിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇത് പറഞ്ഞപ്പോഴാണ് അൽ ആന ത്വാബ ഖൽബി, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അസ്മാ വതബസ്സമത്. അപ്പോഴാണ് ബീവി അന്ന് നബി തങ്ങളുടെ മുമ്പിൽ ചിരിച്ച ചിരിക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചത് തന്റെ ശരീരം മരണത്തിന് ശേഷവും ഒരാളും കാണില്ലല്ലോ എന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്തപ്പോഴാണ്. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. മനുഷ്യന്റെ പരിഷ്കൃത ചിന്തകൾക്കൊരു പക്ഷേ ഇത് അന്യം നിന്ന് പോയേക്കാം. ഇസ്ലാമിന്റെ ധർമ്മവും അല്ലാഹുവിന്റെ ദീനിന്റെ ആത്മീയ വെളിച്ചവും ഇസ്ലാമിന്റെ ആധികാരികതയും മനസ്സിലാവാത്ത ഒരാൾക്ക് ഇതിന് മാത്രം എന്തുണ്ട് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ മുഅ്മിനത്തുകളായ ആളുകൾക്ക് ലഖദ് കാന ലക്കും ഫീ ഖസസിഹിം ഇബ്റ, ഇവരുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, ഇവരുടെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത് ഈ മാതൃകകൾ കണ്ടു പഠിക്കാനാണ്. അതുകൊണ്ട് അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങുകയും നമ്മുടെ പുരുഷന്മാർ അവരവരുടെ കണ്ണുകൾ നിയന്ത്രിക്കുകയും പെണ്ണുങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്താൽ മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയും മഹദിയായ ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹയും മഹദിമാർ പോകുന്നിടത്തേക്ക് മഹദിമാരെ നമുക്ക് പോവണ്ടയോ? അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാർ പോകുന്ന സ്വർഗ്ഗലോകത്തേക്ക് സഹോദരങ്ങളെ നമുക്ക് പോവണ്ടയോ? അതിനധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. നമ്മൾ ഉച്ചയിൽ വായുവിൽ മുഷ്ടി ചുരുട്ടി നമ്മൾ തക്ബീർ ചൊല്ലി സമരം വിളിക്കുമ്പോഴും നമ്മുടെ സുബ്ഹി നിസ്കാരം ഖളാ ആകുന്നുണ്ടോ? നമ്മുടെ അസ്ർ നിസ്കാരം ഖളാ ആകുന്നുണ്ടോ? നമ്മുടെ മഗ്രിബ് ഖളാ ആകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഹബീബായ നബി തങ്ങൾ അന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് മഹാനായ
ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് ഞാൻ ഹബീബിന്റെ കൂടെയുണ്ട്. എന്റെ കൈപിടിച്ച് നബി തങ്ങൾ പുറത്തേക്ക് വന്ന് മേലോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ജരീറെ കണ്ടോ ആ പൂർണ്ണ ചന്ദ്രനെ കണ്ടു നബിയേ. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിനെ നിങ്ങൾക്ക് ഒരു തിക്കും തിരക്കുമില്ലാതെ കാണാൻ കഴിയും. ഫഇനിസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇശ് ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലൂ. എന്നാൽ നിങ്ങളുടെ സുബ്ഹി നിസ്കാരവും നിങ്ങളുടെ അസ്ർ നിസ്കാരവും നിങ്ങൾക്ക് കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മഞ്ചേരിയിലേക്കോ അരീക്കോടോ പരിസരങ്ങളിലേക്കോ അങ്ങാടിയിൽ ടൗണുകളിലേക്ക് ഇറങ്ങി നിസ്കാരം അറിയാതെ ഖളാ ആകുന്ന നിസ്കാരമാണ് അസ്ർ. സുബ്ഹിയാണെങ്കിലോ ക്ഷീണിച്ച് തളർന്ന് കിടന്ന് വൈകി കിടന്ന് എണീക്കാൻ പറ്റാതെയും അല്ലാഹുവിനെ കാണേണ്ട മുഖങ്ങൾക്ക് ഈ 2 നിസ്കാരം കൃത്യമായും എല്ലാ നിസ്കാരങ്ങളെയും പോലെ അല്ല, അതിലേറെ സുബ്ഹിയും അസ്റും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോടും. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നാളെ അങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കല്ലേ. ഈമാൻ എന്നത് ഇന്നൽ ഈമാന ലൈസ ബിത്തമന്നി വലാ തഹല്ലി. ഈമാൻ എന്നത് വെറുതെ കൊതിക്കുകയോ അല്ല. ഈമാൻ എന്നത് മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുകയും വസദ്ദഖഹുൽ ലിസാൻ, നാവ് കൊണ്ട് സത്യമായി വിളിച്ചു പറയുകയും വഅമില ബിഹിൽ അർക്കാൻ, നമ്മുടെ ശരീരം കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് മുസ്ലിമാവുന്നത്. അല്ലാത്തത് കാനേഷുമാരി മുസ്ലിമാൻ, സെൻസസിലെ മുസ്ലിമല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന പച്ചയായ സജ്ജനങ്ങളായ ആളുകളായി നമുക്ക് മാറാൻ കഴിയണം. അപ്പോഴേ അല്ലാഹുവിന്റെ സഹായവും അവന്റെ കരുണയും നമുക്ക് ലഭിക്കൂ. അല്ലാഹു നമ്മെ എന്നുമെന്നും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ അല്ലാഹു അവന്റെ കാവലിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരു കലണ്ടറും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാര്യമായൊരു സംഭാവന നിങ്ങൾ കൊടുക്കണം. സഹോദരിമാർ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വർണം നിങ്ങളെ കൊണ്ടാവുന്നത് നമ്മുടെ ഈ ഹിഫ്ദുൽ ഖുർആൻ കഴിഞ്ഞ മക്കൾക്ക് ശേഷം പഠിക്കാനുള്ള സംവിധാനമായി ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമി ഉയരുകയാണ്. നിങ്ങളുടെയൊക്കെ ഭാഗവാഹിത്വം അതിലുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. ഒന്ന് എഴുന്നേറ്റ് 2 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊന്ന് പൊക്കി നോക്കി നല്ല റാഹത്തുണ്ടാവും. ഒരു 3 പ്രാവശ്യം ചെറിയൊരു എക്സസൈസ്. നമ്മുടെ 2 കാലും ഒന്ന് പടഞ്ഞ് റാഹത്തിലൊന്ന് ഊരുവലിഞ്ഞ് അൽഹംദുലില്ലാഹ് കുടിക്കാനുള്ള